ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്ക്കാൻ പോണത് ഒരു ബാഗാണ്, ലേഡീസ് ബാഗ്. അതിനു വേണ്ടി ഞാൻ തുണി എടുത്തിരിക്കുകയാണ്. ഇത് വലിയ പീസാണ്. വലിയ പീസ് ആദ്യം എടുത്തിട്ട് 26 ഇഞ്ച് നീളം, 26 ഇഞ്ച് നീളം, 10 ഇഞ്ച് വീതി വലിയ പീസ്. ഇതിൻ്റെ അടപ്പ് വരുന്ന ഭാഗമാണ് 12.5 നീളം, 10 ഇഞ്ച് വീതി. ഇത് സൈഡ് പീസാണ്. നമുക്കത് വേണ്ടത് 9.5 നീളം, വീതി വേണ്ടത് 8 ഇഞ്ച്. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വള്ളി വേണം. വള്ളി വേണ്ടത് 3 ഇഞ്ച് വീതിയിൽ 25 ഇഞ്ച് നീളം. 3 ഇഞ്ച് തച്ച് വരുമ്പോൾ 1 ഇഞ്ച് വള്ളി മതി. നമുക്കിത് ലൈനിങ് ആണ്. ഇത് ലൈനിങ് ഇതേ അളവിൽ വെട്ടിയിട്ട് അടിയിൽ നമ്മൾ സ്പോഞ്ച് ഈ അളവിൽ വെട്ടും. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. ഈ ലൈനിങ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ അളവിന് ലൈനിങ് വെട്ടിയിട്ട് ഈ നല്ല തുണി ഓരോന്നും വെട്ടി എടുക്കണം. എല്ലാ പീസും വെട്ടിയെടുക്കണം. എന്നിട്ട് ഇത് എല്ലാം ഓരോന്നായിട്ട് തയ്ക്കണം. ഇത് മൂന്നും കൂടെ ഒപ്പം വെച്ച് ഇങ്ങനെ ചേർത്ത് തയ്ക്കും. മൂന്നും കൂടെ ആദ്യം ഇതിങ്ങനെ ചേർത്ത് തയ്ക്കും. ഇതിൻ്റെ സൈഡ് പീസ് കട്ട് ചെയ്ത് സൈഡ് പീസും ഇതുപോലെ ഇതിൻ്റെ 4 വശം അടിക്കും. ഇതിൻ്റെ 4 വശം അടിക്കും. വെച്ചിട്ട് ഇതിൻ്റെ അടപ്പാണ്. ഇങ്ങനെ ഓരോന്നും 4 വശം ചേർത്തടിച്ച് ഇങ്ങനെ മെഷീനടിച്ച് എടുക്കണം. ഇതെല്ലാം സൈഡ് പീസും ഇത്രയും സ്പോഞ്ചും ലൈനിങ്ങും നല്ല തുണിയും കൂടെ അടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തൊരു പോക്കറ്റ് വയ്ക്കണം. ലൈനിങ്ങിൽ ചെറിയ പോക്കറ്റ് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ 4 വശവും തയ്ക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ വലിയ പീസിൻ്റെ ഫ്രണ്ടിൽ 4 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പോക്കറ്റ് വയ്ക്കാം. ഈ പീസ് ഇങ്ങനെ സ്പോഞ്ചും ലൈനിങ്ങും എല്ലാം തയ്ച്ചതിൽ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതിൽ വെട്ടിയെടുക്കണം. വെട്ടിയിട്ട് അതിൽ സിപ്പ് വെച്ചെടുക്കണം. സിപ്പ് വെച്ചതിൻ്റെ പുറത്ത് ഈ ഒരു പീസ് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് കട്ട് ചെയ്ത പീസ് അതിൻ്റെ പുറത്ത് വെച്ച് ഒരു ലൈൻ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മേളിലോട്ട് മറിക്കണം. സിപ്പ് തച്ച് ഇനി ഇതിൻ്റെ മൂടിയാണ് ഇങ്ങനെ മറഞ്ഞ് കിടക്കും. ഇതിങ്ങനെ തയ്ക്കും. ഇനി ഈ സിപ്പിൽ ഈ റണ്ണർ ഇടണം. റണ്ണർ ഇട്ടിട്ട് ഇതിൽ റണ്ണറിട്ട് ഇനി അടുത്ത് പോക്കറ്റിൻ്റെ തുണി അകത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് ഇങ്ങനെ 4 വശവും ഈ പോക്കറ്റിന് അടിക്കണം. അപ്പോൾ അതൊരു ഫ്രണ്ടിലെ ഇതകത്തെ പോക്കറ്റ്, ഇത് പുറത്തെ പോക്കറ്റ്. ഇനി നമുക്ക് വള്ളി വയ്ക്കാം. ഒരു 3 ഇഞ്ച് അകലം ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് വള്ളി ഇങ്ങനെ ഇവിടെ വെച്ച് 2 സ്ഥലത്തും തയ്ക്കണം. അതുപോലെ മറുവശത്തും വള്ളി വെച്ച് ഇതുപോലെ വള്ളി രണ്ടറ്റത്തും വള്ളി അടിച്ച്
ഇനി സൈഡ് പീസ് വെച്ച് തയ്ക്കണം. സൈഡ് പീസ് അടിക്കാൻ ഇത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടേക്കണം. ഇത് സെൻറ്റർ ഇപ്പുറത്തും അതുപോലെ 2 വശം മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് പീസ് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മടക്കിയിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. 2 സൈഡ് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ച് തയ്ക്കണം. അതെങ്ങനെ തയ്ക്കും? ഇതിൻ്റെ 2ൻ്റെയും സെൻറ്റർ എടുത്ത് ഇവിടെ നിന്ന് ഈ 2ൻ്റെയും സൈഡ് പീസ് സെൻറ്റർ ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് തയ്ക്കണം. 2 സൈഡും സൈഡ് 2 ചേർത്തടിച്ച്. ഇനി നമുക്ക് വയ്ക്കേണ്ടത് അടപ്പാണ്. ഇത് അടപ്പിൻ്റെ പീസിൽ ഇതെടുത്ത് 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സിബ് വയ്ക്കണം. അടപ്പിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി സിബ് വെച്ച് വയ്ക്കും. അടപ്പ് റെഡിയായി. ഇനി ആ അടപ്പ് വെച്ച് തയ്ക്കണം നമുക്ക്. അങ്ങനെ നമ്മുടെ ബാഗ് റെഡിയായിട്ടുണ്ട്.